നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത സംഭവവുമായി ബന്ധപ്പെട്ട, അതായത് പ്രേത അനുഭവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് പേരുടെ ചോദ്യമാണ്, പ്രേതങ്ങൾ നമ്മുടെ ശരീരത്തിനെ മുറിപ്പെടുത്തുമോ, അത് നമ്മളുടെ ശരീരത്തിൽ വന്നിട്ട് രക്തം കുടിക്കുമോ എന്നൊക്കെയാണ് ചോദ്യം. അത് ചോദിക്കാൻ കാരണം പലപ്പോഴും ഉറക്കമെണീറ്റ് കഴിയുമ്പോഴത്തേക്ക് ശരീരത്തുണ്ടാകുന്ന മുറിപ്പാടുകൾ അത് അവരറിയാറില്ല. അപ്പോൾ അത് പ്രേതം വന്നിട്ട്, അതായത് പിശാചുക്കൾ വന്നിട്ട് വലിച്ചു കീറുന്നതാണോ എന്നാണ് പലരുടെയും ചോദ്യം. അതൊരു ഉദാഹരണം ഉൾപ്പെടെ ഞാനൊരു മറുപടി തരാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതബാധകൾ മിക്ക മനുഷ്യരിലും അത് വരാറുണ്ട്. ചിലവരിൽ അത് വരുമ്പോൾ പുറത്തറിയാൻ പറ്റും, ചിലവർക്കത് അറിയാൻ പോലും സാധിക്കില്ല. പക്ഷേ എങ്കിലും മിക്ക ആൾക്കാരിലും ഇത് വരാറുണ്ടെന്നുള്ളൊരു പരമമായ സത്യമാണ്. ഇന്നത്തെ ചോദ്യം എന്ന് വെച്ചാൽ, പ്രേതങ്ങൾ വന്നിട്ട് നമ്മുടെ ശരീരത്തിനെ വലിച്ചു കീറുമോ, മുറിപ്പെടുത്തുമോ, രക്തം കുടിക്കുമോ? ഇതൊക്കെയാണ് പലരുടെയും ചോദ്യം. ഈ ചോദ്യത്തിന് ഒരു കാതലുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇന്ന് മറുപടി പറയുന്നത്. അതായത് പലരുടെയും അനുഭവമാണ്. രാത്രി നമ്മൾ കിടന്നുറങ്ങും, നേരം വെളുത്ത് എണീക്കുമ്പോൾ നമ്മളറിയില്ല. ഇപ്പം നമ്മൾ സ്വന്തം നമ്മുടെ കൈ കൊണ്ട് ശരീരത്തിനെ വലിച്ച് കീറുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്നാണ് പലരുടെയും ചോദ്യം. അപ്പം നമ്മളല്ല ചെയ്യുന്നത്. അപ്പം നമ്മൾ രാത്രിയാലും ഒന്ന് ശരീരത്തിന് ഒരു വേദന സംഭവിച്ചാലും നമ്മൾ പെട്ടെന്ന് ഞെട്ടി ഉണരും. അതുപോലെ അപ്പം നമ്മൾ സ്വന്തം കൈകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനെ വലിഞ്ഞു കയറുകയാണെങ്കിൽ അത് അറിയാൻ പറ്റില്ലേ എന്നാണ് പലരുടെയും ചോദ്യം. അപ്പം പ്രേതങ്ങൾ വന്നിട്ട് നമുക്ക് വേദന ഉണ്ടാക്കാത്ത വിധത്തിൽ അതിനെ വലിഞ്ഞു കീറുന്നതല്ലേ? അതിന് ഒരു പേരുണ്ട്, ഈ പിശാച്, ശാശ് വന്ന് വലിച്ചു കയറി എന്നൊക്കെ പറയുന്ന ഒരു പണ്ടുതൊട്ടേ പറഞ്ഞു കൊടുക്കുന്നൊരു വാക്കാണത്. ശാശ് വന്നിട്ട് വലിച്ചു കീറി എന്നൊക്കെയാണ് പറയുന്നത്. മുഖത്തും കയ്യിലും കാലിലും നെഞ്ചിലുമൊക്കെ, ഈ കാലിൻ്റെ തുടഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ രാവിലെ നോക്കുമ്പോൾ 4 വിരൽ ഇങ്ങനെ കൊണ്ട് വലിച്ചു കീറിയതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പം പലരുടെയും ധാരണ ഇത് പ്രേതങ്ങൾ വന്നിട്ട് അല്ലെങ്കിൽ പിശാചുക്കൾ വന്നിട്ട് നമ്മുടെ ശരീരത്തെ അവർ വലിച്ചു കീറുന്നതാണ് എന്നുള്ളതാണ്. എന്നാൽ പരമമായ സത്യം അതല്ല. ഈ പ്രേതങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, പ്രേതങ്ങൾക്ക് ഒരിക്കലും ഒരു കായികമായി ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് പൂർണ്ണമായും നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ നിയന്ത്രണത്തെയാണ് അത് ഏറ്റെടുക്കുന്നത്. എന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ പലതും ചെയ്യിപ്പിക്കുകയാണ്. അപ്പം ആ ഒരു പ്രേതത്തിന് ഒരാളെ നശിപ്പിക്കണം അല്ലെങ്കിൽ അവനെ ഉപദ്രവിക്കണം എന്ന് തോന്നിയാൽ അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് അത് മറ്റൊരു ശരീരം തേടി വരുന്നത്. മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ ആത്മാവ് ജീവിച്ചിരുന്നപ്പോൾ അവന് ശരീരം ഉണ്ടായിരുന്നു, മരിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവായി കഴിഞ്ഞപ്പോൾ അവന് ശരീരമില്ല. പക്ഷേ ഈ ആത്മാവിന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അത് എല്ലാ ആത്മാവിനും എല്ലാ ശരീരത്തിലേക്കും പ്രവേശിക്കാൻ സാധിക്കില്ല. ഒരു ആത്മാവിന് ജീവിച്ചിരിക്കുന്ന ഒരു ശരീരത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ചില കാരണങ്ങൾ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ ചില സാമ്യങ്ങൾ, കാരണങ്ങളാൽ ചില സാമ്യങ്ങൾ ഉണ്ടായിരിക്കണം ഈ ആത്മാവും ഈ ജീവിച്ചിരിക്കുന്ന ശരീരവും തമ്മിൽ. അത് ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സാമ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ആത്മാവിന് ഈ ശരീരത്തിലേക്ക് കടക്കാൻ പറ്റൂ. സാമ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ചില സാഹചര്യങ്ങൾ, അത് നമ്മൾ പേടിച്ച് ഞെട്ടിത്തിരിച്ചു പോകുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെയാണ് അതിൻ്റെ ഒരു അല്പസമയം നമ്മുടെ ഉള്ളിലേക്ക് ഇത് കയറിയാൽ ഉടനെയും, അധികം കേസുകളൊന്നും ഉടനെയൊന്നും ഒന്നും ചെയ്യില്ല. അത് ഇരുന്നിട്ട് പിന്നീട് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കൊണ്ട് നമ്മളിനത് പൂർണ്ണമായും നമ്മളെ സ്വാധീനിച്ചിട്ടാണ് നമ്മളെ നിയന്ത്രണത്തെ ഏറ്റെടുക്കുകയും നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്. ഈ ആത്മാവെന്ന് പറഞ്ഞാൽ അതൊരു ചുടുനിശ്വാസം പോലെയാണ്. അത്ര പോലും ഇല്ല എന്ന് പറയാം. അത് നമ്മൾ അടുത്ത് നിന്നാൽ ഒരു പവർ നമ്മളെ കൈകൊണ്ട് തട്ടിയാലോ നമ്മുടെ കയ്യിൽ വന്ന് തട്ടിയാലോ ഒന്നും നമുക്ക് അറിയാൻ പോലും സാധിക്കില്ല എന്നുള്ളതാണ്. ഒരാളൊന്ന് ഊതുകയോ ഒരു നിശ്വാസം വിടുകയോ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും, പക്ഷെ അത്ര പോലും ഇല്ല. പക്ഷേ ഇതിന് നമ്മുടെ ശരീരത്തിലേക്ക് കയറി നമ്മളെ നിയന്ത്രിക്കാനുള്ളൊരു ശക്തിയുണ്ട്. അങ്ങനെ നിയന്ത്രിച്ചിട്ട് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കും. അതിലൊന്നാണ് ഈ സ്വന്തം ശരീരത്തെ നമ്മൾ പോലും അറിയാത്ത വിധത്തിൽ മുറിപ്പെടുത്തുന്നത്, ഇങ്ങനെ വലിച്ചു കീറി വയ്ക്കുന്നതൊക്കെ. ഒരിക്കലും അത് പ്രേതങ്ങൾ വന്നിട്ട് ചെയ്യുന്നില്ല, പ്രേതങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. അപ്പോൾ രാത്രി മിക്കവാറും നമ്മൾ പോലെ പറയും രാവിലെ ഇരിക്കും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്, വലിയ ശക്തി ഉള്ളതല്ലെങ്കിൽ പോലും എന്തോ ഒരു പിശാച് നമ്മളെ ഇന്നലെ ഇന്നലെയാണ് സംഭവിച്ചെങ്കിൽ ഇന്നലെ രാത്രി നമ്മളിലേക്ക് അത് പ്രവേശിച്ചു, അത് നമ്മളെ കൊണ്ട് തന്നെ സ്വയം എന്തൊക്കെ ചെയ്യിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അത് മനസ്സിലാക്കാൻ ആ വിരൽ കീറിയ
ആ ഭാഗം പരിശോധിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൈകൊണ്ട് തന്നെയാണ് സ്വയം ചെയ്തിരിക്കുന്നത്. പക്ഷെ പലരും അത് സമ്മതിക്കാറില്ല. അതിനൊരു ഉദാഹരണം കൂടി പറയാം. ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു കുട്ടി, ഇതിനൊക്കെ അവിടെ ഹോസ്റ്റലിൽ എന്താണ് നിൽക്കുന്നത്. പക്ഷെ ആ മുറിയിൽ കിടക്കുമ്പോൾ എപ്പോഴും ഈ ശരീരത്തിൽ ഇങ്ങനെ പാടുകൾ, ഈ തൊടഭാഗത്തൊക്കെ പാടുകൾ, ഇങ്ങനെ വലിഞ്ഞു കയറുന്ന പാടുകൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവിടെ ആ താമസിക്കുന്ന സ്ഥലത്ത് പ്രേതബാധകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മിക്ക കുട്ടികൾക്കും ഉണ്ടാകാറുണ്ട്. അതായത് ഒരു പിശാച് വന്നിട്ട്, ഒരു പ്രേതം വന്നിട്ട് ഒരു രാത്രി തന്നെ അത് തന്നെ അതിൻ്റെ കൈ കൊണ്ട് കീറുന്നു എന്നുള്ളതാണ് ഈ കുട്ടികളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കി. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. രാത്രി കിടന്നുറങ്ങും, നേരം വിളക്കുമ്പോഴത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ 4 വിരലുകൊണ്ട് ഇങ്ങനെ വലിച്ചു കീറിയതായിട്ടുള്ള പാട് വരുന്നു. അത് ബുദ്ധിമുട്ടായി. അവസാനം മുഖത്തൊക്കെ വന്നു. അങ്ങനെയാണ് തിരിച്ച് നാട്ടിൽ തിരുവനന്തപുരത്താണത്. ആ കുട്ടി ബാംഗ്ലൂർ നാട്ടിൽ വന്നു. വീട്ടുകാരങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറയുന്നത്, ഈ കുട്ടി കിടന്നുറങ്ങുമ്പോൾ ഈ പ്രേതം അടുത്ത് വരാറുണ്ട്. ഈ കുട്ടിക്ക് തോന്നുന്നതാണ് അടുത്ത് വരാറുണ്ട്. അത് തന്നെ ഇങ്ങനെ വലിച്ചു കീറുന്നതാണ്. അങ്ങനെ കീറി അത് അറിയാൻ പറ്റും. സ്വപ്നത്തിലാണോ എന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ കണ്ണു അത് ഉറക്കത്തിലാണെങ്കിൽ അങ്ങനെ അറിയാൻ പറ്റുന്നു. നേരം വെളുക്കുമ്പോൾ ആ ഭാഗം തന്നെ കീറിയിരിക്കുന്നതായിട്ട് ഈ കുട്ടിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് കൂടുതൽ ബുദ്ധിമുട്ടായി. പിന്നീടത് അതിനൊരു മാനസിക പ്രശ്നം പോലെ ആയിപ്പോയി. കാര്യം എന്ന് വെച്ചാൽ ഇത് ദിവസവും ഇതാണ് ഇതിൻ്റെ അവസ്ഥ. മുഖത്തൊക്കെ പാടുകൾ വന്നു തുടങ്ങി. അങ്ങനെയാണ് ഇത് നാട്ടിൽ വന്നിട്ട് ഈ കേസുമായിട്ട് എൻ്റെ അടുത്ത് വരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞത് ഒരു പകുതി വരെ ശരിയാണ്. ഇതൊരു പ്രേതബാധ തന്നെയാണ്. അതായത് ഒരു പ്രേതം വന്ന് കയറുന്നതാണ്. പക്ഷേ പ്രേതം വന്ന് കയറാൻ അതിൻ്റെ കയ്യോ കാലോ ഒന്നുമില്ല. അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടാണ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പം പക്ഷേ ഇതിനകത്തൊരു ഈ കുട്ടിക്കൊന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ബാംഗ്ലൂർ അവിടെ കിടക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. സ്വന്തം വീട്ടിൽ വന്നാൽ ഇങ്ങനത്തെ ഒരു വിഷയങ്ങളും സ്വപ്നം കാണുന്നില്ല, സ്വന്തം ശരീരത്തെ വലിഞ്ഞു കയറുന്നില്ല. അങ്ങനത്തെ ഒരു വിഷയങ്ങൾ ആ കുട്ടിക്ക് ഇവിടെ വന്നിട്ടുണ്ടാകുന്നില്ല. അവിടെ പോകുമ്പോൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അങ്ങനെ ഇവിടെ വെച്ച് തന്നെ അതിന് പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിനെ ഒഴിവാക്കാനായിട്ട് നോക്കുമ്പോൾ ഒഴിവാക്കാനൊന്നുമില്ല അതിനകത്ത്. അപ്പോൾ ആ ഭാഗത്ത് ചെല്ലുമ്പോൾ മാത്രമാണ് ഇത് ഈ കുട്ടിയുടെ ഉള്ളിലേക്ക് ഈ പ്രേതം താൽക്കാലികമായിട്ട് അങ്ങനെ വന്നിട്ട് അതിൻ്റെ ആഗ്രഹങ്ങൾ പോലെ ഇങ്ങനെ വലിച്ചു കീറുന്ന ഒരവസ്ഥ ഉണ്ടാക്കി വയ്ക്കുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ശരീരത്തിൽ നിന്ന് ആവാഹിച്ച് മാറ്റാൻ ഇതിനകത്തൊന്നുമില്ല. പക്ഷേ ഒരു സെക്യൂരിറ്റി, ഇങ്ങനെ ഒന്നും വരാതിരിക്കാൻ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പോറ്റുമാരെയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് നമ്മളിലേക്ക് വരാതിരിക്കുവാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. ഇത് പൂർണ്ണമായും നമ്മളെ മനസ്സിനെ സ്വാധീനിച്ച്, അതായത് ഒരിക്കൽ സ്വാധീനിച്ച് കഴിഞ്ഞാൽ പിന്നീട് വലിയ കർമ്മങ്ങൾ കൂടി മാത്രമേ ഇത് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളോടൊപ്പം ഉണ്ടാകും. അതൊരവസ്ഥയാണ്. പക്ഷേ ഇത് മറ്റൊരവസ്ഥയാണ്. ചില രാത്രികളിൽ മാത്രം വന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ഇത് ഇങ്ങനെ വലിഞ്ഞു കയറുന്നു. അത് കഴിയുമ്പോൾ അത് അതിൻ്റെ പാട് നോക്കി പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഭാഗത്ത് ബാംഗ്ലൂരിൽ നിന്നപ്പോൾ മാത്രമേ ഈ കുട്ടിക്ക് ഈ ഒരു അനുഭവം ഉണ്ടാകുന്നുള്ളൂ. ഈ നാട്ടിൽ വന്ന ഒരു പ്രശ്നവുമില്ല, സ്വപ്നം കാണുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പം അതിനെ ആവാഹിച്ച് മാറ്റാനായിട്ട് ഇതിൻ്റെ ശരീരത്തിലില്ല. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മാത്രം, അതും എല്ലാ ദിവസങ്ങളിലും അവസാനമാണ് എല്ലാ ദിവസങ്ങളിലും വന്ന്, ആദ്യമൊന്നും എല്ലാ ദിവസങ്ങളിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അവസ്ഥ വന്നു. പക്ഷേ ഇത് ഒരു കുട്ടിയിലല്ല, ആ ബിൽഡിംഗ് താമസിക്കുന്ന മിക്ക കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇവിടെ വന്നിട്ട് അതിന് വേണ്ടുന്ന ഒരു നിരോധനം തന്നെ നമ്മൾ ഏർപ്പെടുത്തി ഈ ശരീരത്തിലേക്ക് ഇങ്ങനെ നെഗറ്റീവുകളൊന്നും വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, അതും പൂജാവിധികൾ കൂടി തന്നെ ചെയ്തു. ദേഹരക്ഷയെല്ലാം ധരിച്ചു. ആ കുട്ടി കിടക്കുന്ന തലയണയ്ക്കകത്ത് വെക്കേണ്ടുന്ന ചില പവർ ചെയ്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുത്തു. അതൊക്കെ തലയണ കയറിയിട്ട് അതിൻ്റെ അകത്ത്, പഞ്ഞയ്ക്കകത്ത് അല്ലെങ്കിൽ സ്പോഞ്ചിനകത്ത് വെക്കേണ്ട അതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നീട് ആ കുട്ടിക്ക് അവിടെ വന്നപ്പോൾ പ്രശ്നമുണ്ട്. പക്ഷെ മറ്റ് പലർക്കും വീണ്ടും പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അവർ പറഞ്ഞത് ശരിയാണ്. ഇത് പിശാജ് വന്ന് കയറുന്നു എന്ന് പറഞ്ഞാൽ പിശാജ് വന്നിട്ട് പിശാചല്ല കീറിക്കുന്നത്, ആ ഒരു പ്രേതം വന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രേതങ്ങൾക്ക് അങ്ങനെ സാധിക്കുള്ളൂ, അത്രയ്ക്കുള്ള ശക്തിയെ അതിനുള്ളൂ. കായികമായിട്ട് അതിന് നമ്മൾ ഉപയോഗിക്കാൻ സാധിക്കില്ല, ഉപദ്രവിക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ കയ്യോ കാലോ ശരീരമോ ഒന്നുമില്ല. അതൊരു ചുടുനിശ്വാസം പോലെയാണ്. അപ്പോൾ ചോദിക്കുക, അങ്ങനെയുള്ള ഒന്നിനെ നമ്മളെയൊക്കെ സ്വാധീനിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമുക്ക് കാണാൻ പറ്റാത്തതാണ് വൈദ്യുതി എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പോലും സാധിക്കില്ല. ഒരു കമ്പിയിൽ കൂടി അതിനെ കടത്തി വിട്ടാൽ അതിൻ്റെ രൂപമെന്തെന്നോ നിറമെന്തെന്നോ ഭാവം എന്തെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ അത് ഒരു ഫാനിലേക്ക് വന്നാലോ, ഒരു ലൈറ്റിലേക്ക് വന്നാലോ, ഒരു മെഷീനിലേക്ക് വന്നാലോ അതിൻ്റെ ശക്തി നമുക്കറിയാൻ സാധിക്കും. അതുപോലെയാണ് ഒരു ശക്തിയും ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു ചൂട് നിശ്വാസം, അതാണ് ആത്മാവ്. അതൊരു ശരീരത്തിലേക്ക് വന്നാൽ മാത്രമാണ്
അത് പിന്നെ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതായത് ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് ഉപയോഗം ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ അത് നന്നായി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റിലേക്കോ ഫാനിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു മോട്ടറിലേക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു സംവിധാനത്തിലേക്ക് വന്ന് അതിനെ പ്രവർത്തിപ്പിക്കാനുള്ളൊരു ശക്തിയാണത്. അല്ലാതെ ഇതിന് സ്വയം പ്രവർത്തിക്കാൻ ഒരു ശക്തി ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഈ ആത്മാവിനും ശക്തിയുണ്ട്. പക്ഷെ അത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ പ്രവർത്തനം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് വരണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ കയറിയതിന് ശേഷമാണ് ഇത് നമ്മളിങ്ങനെ വലിഞ്ഞു കയറുന്നത്. ഞാനിതൊന്ന് ഇത്രയും വിശദീകരിച്ച് പറയാൻ കാര്യം, പലരുടെയും ധാരണ ഞാനിങ്ങനെ ഉറങ്ങിക്കിടന്നു, അവൻ പ്രേതം എന്നെ വന്നു കണ്ടു, അതിൻ്റെ രൂപം ഇതല്ലേ, പേടിച്ചു പോകും. എന്നിട്ട് അത് വന്ന് എന്നെ എങ്ങനെ വലിച്ചു കയറി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളാകെ ഭയന്നു പോകും. അങ്ങനെയൊന്നും ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല ഇത് വരുന്നത്. നമ്മളിൽ വന്നിട്ട് നമ്മളെ കൊണ്ട് നമ്മൾ തന്നെയാണ് ഇങ്ങനെ ഈ ചൊറിഞ്ഞും എടുത്തുമൊക്കെ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തെ മുറിപ്പെടുത്തുന്നതാണ്. കാരണം സാധാരണഗതിയിൽ ഒരു മുറിവ് നമ്മുടെ ശരീരം, ഒരു ഉറുമ്പ് കടിച്ചാൽ പോലും ചിലപ്പോൾ നമ്മൾ അറിയും. രാത്രി ഒരു പഴുതാര കടിച്ചാലൊക്കെ നമ്മൾ അറിയും. പക്ഷെ അതേ കണക്ക് വേദന ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും അതാണ് ആത്മാക്കളുടെ ശക്തി. നമ്മൾ പോലും അറിയാത്ത വിധം തന്നെ നമ്മളെ കൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. മനസ്സിലാക്കുക, പ്രേതങ്ങൾക്ക് ഒരിക്കലും വന്ന് നമ്മുടെ കഴുത്തിനെ കുത്തിപ്പിടിക്കാനോ ജരിക്കാനോ നമ്മളെ കായികമായി ഉപദ്രവിക്കാനോ സാധിക്കില്ല. പ്രേതത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായി അറിയണം, മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. കാരണം പ്രേതമില്ലാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ല ഭൂമിയിൽ. അപ്പോൾ ചോദിക്കും, ഇത്രയും പ്രേതങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കും. എങ്ങനെയാണ് പ്രേതങ്ങൾ ഉണ്ടാകുന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ ആത്മാക്കൾ മോക്ഷപ്രാപ്തി കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് പ്രേതാത്മാക്കൾ. എത്ര പേര് മരിച്ചാലും മോക്ഷപ്രാപ്തി കിട്ടിയാൽ അവർ ഇങ്ങനെ പ്രേതമായിട്ടൊന്നും അലയില്ല. അവർ നേരെ അവരുടേതായ ഒരു മേഖലയിലേക്ക് അവരങ്ങ് പോകും. മോക്ഷം കിട്ടാതെ അലയുന്ന ആത്മാക്കളാണ് പ്രേതാത്മാക്കൾ. അപ്പോൾ പലരും ചോദിക്കും, ഇത്ര ആത്മാക്കളുണ്ട്, ഭൂമി നിറഞ്ഞു പോകില്ലേ? നിറയാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊന്നും ഇല്ലല്ലോ. ഒരു വായു എത്ര ഉണ്ടാകും നമുക്ക് നിറയുമോ? ഇങ്ങനെ കിടക്കില്ല. അതുപോലെ ഒരു നിശ്വാസം പോലെ മാത്രമേ ഉള്ളൂ. ഇതിന് കയ്യോ കാലോ ഒന്നുമില്ല. പിന്നെ രൂപം കാണുന്നത് അതിൻ്റെ ഒരു ഓറയാണ്. ആ ഓറ മാത്രമേ നമുക്ക് ചിലവർക്ക് കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ചില അനുഭവങ്ങൾ, ഇതിനെ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി പറയുന്നതെല്ലാം നമുക്കധികം പേടിക്കാത്തതും, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തൻ്റെ ഇടത്തോടുകൂടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം പേടിയുണ്ടായിരുന്നതെല്ലാം മാറി ഇപ്പോൾ സധൈര്യം മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ട് ഉപയോഗമുണ്ട് എന്നാണ് എനിക്കതൊന്ന് മനസ്സിലാകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. പലരും പറയുന്നുണ്ട്, മുമ്പ് ഭയങ്കര പേടിയായിരുന്നു, ഇപ്പോൾ ഇത് കേട്ടിട്ട് പ്രേതത്തിന് ഒട്ടും പേടിയില്ലാത്തൊരവസ്ഥ വന്നു എന്നുള്ളതാണ്. പേടിക്കണ്ട, പക്ഷേ അതിനെ നമ്മൾ ഒന്ന് സൂക്ഷിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രേത കഥകൾ കേട്ടോ അല്ലെങ്കിൽ പ്രേതത്തിനെ കുറിച്ചുള്ള സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞ് പേടിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സീരിയൽ ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്. എൻ്റെ സംഭവ കഥകൾ തന്നെയാണ് എടുത്തിട്ട് അത് യഥാർത്ഥത്തിൽ ഒരു സംഭവം ഞാൻ ഈ എപ്പിസോഡായിട്ട് അവതരിപ്പിക്കുമ്പോൾ പേടിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ ആദ്യം പറയാറില്ല. അങ്ങനെ പറയുന്നതിനൊക്കെ ഒരു മയപ്പെടുത്തി ആണ് ഞാനത് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പ്രേതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ കുറച്ച് പേടിക്കാനൊക്കെ ആയിട്ട് കുറച്ച് കൂടെയൊക്കെ ക്രിയേഷൻ കയറ്റിയിട്ട് ഞങ്ങൾ എപ്പിസോഡായിട്ട് നടന്മാരെ വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രവർത്തനങ്ങളെല്ലാം, എഡിറ്റിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും 1 മാസം കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ ഒരു എപ്പിസോഡ്, ഒരു ഷോർട്ട് ഫിലിം പ്രേതങ്ങളോടൊപ്പം, അതാണ് എൻ്റെ ടൈറ്റില്, പേരതാണ്, ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായി പേടിച്ച് വിറച്ച് ഞെട്ടി വിറച്ച് 3 ദിവസം വേണ്ടി വീട്ടിലിരിക്കുക. അങ്ങനെ അതിന് പറ്റുന്ന വിധത്തിലുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ പ്രേത സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുമെന്നുള്ളതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നന്നായി മുന്നോട്ട് പോകുമെന്നുള്ളതിനെക്കുറിച്ച് ആദ്യത്തെ എപ്പിസോഡിൽ എനിക്ക് നല്ലൊരു പ്രേതത്തിനെ കിട്ടിയിട്ടുണ്ട്. പ്രേതമായി അഭിനയിക്കാൻ ഒരാളിനെ കിട്ടിയിട്ടുണ്ട്. ഒരു HDFCയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് മേക്കപ്പൊന്നും വേണ്ട, അല്ലാതെ കണ്ട തന്നെ പേടിച്ചു പോകുന്നൊരു രൂപമാണ് അദ്ദേഹത്തിൻ്റെത്. അത് തന്നെ ഏറ്റവും വലിയൊരു എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ലക്കാണത്.
ഞാൻ കാണിക്കുന്ന പ്രേതം എന്ന് പറഞ്ഞാൽ അത് ഈ വികൃതമായിട്ടൊന്നുമുള്ളതല്ല, സുന്ദരകുട്ടപ്പനായിട്ടുള്ള എന്നാൽ ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു പ്രേതം. ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡ്, ആ ഒരു ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഗൂഢപത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ആ ഭൂമിയിൽ നേരിട്ട് വന്ന് കണ്ടുപിടിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായത് കണ്ടുപിടിക്കാനും അത് പരിഹരിക്കുവാനും സാധിക്കും. നിങ്ങളുടെ വീടിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി. സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ വരുന്നെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിക്കുക. തിരുവനന്തപുരത്താണ് നിങ്ങൾ വരേണ്ടത്. ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കാം. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ ഇത് 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്തൊരു വീഡിയോയെ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.